ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് പനീറിന്റെ ക്യൂബ്സ് ഉണ്ടല്ലോ, അതും പിന്നെ കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്ത് നല്ല പൊളിയൊരൈറ്റം ഉണ്ടാക്കിയെടുത്താലോ. നല്ല ടേസ്റ്റിയാണ്. അധികം ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ ഈ ഒരു ഐറ്റം. പക്ഷേങ്കിൽ പൊളിയാണ്. എന്തേത് നേരത്തെ ഉണ്ടാക്കാൻ തോന്നാഞ്ഞേന്ന് തോന്നും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് പനീർ ക്യൂബ്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനി അതിലേക്ക് കുറച്ചധികം കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കാഷ്നട്ടൊക്കെ നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എങ്കിലും ഒരു 10-15 എങ്കിലും മിനിമം ചേർക്കണം കേട്ടോ. അത് പിളർപ്പായതുകൊണ്ടാണ് അതിൻ്റെ കണക്കാണ് പറഞ്ഞത്. മുഴുവൻ കാഷ്നട്ട് ചേർക്കുന്നെങ്കിൽ അത്രയൊന്നും വേണ്ട. ഇനി അത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പം ഞാൻ ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതുപോലെ അരച്ചെടുത്തതാണ്. അപ്പം ഇതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, ഒരു പാൻ. അപ്പം അതിലേക്ക് ഞാൻ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1.25 കപ്പോളം സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനത് ചെറിയ സോയയുടെ അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് ചേർത്ത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി സോയ ചങ്ക്സ് ഒക്കെ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഈ സോയ ചങ്ക്സ് ഒരുപാട് സമയത്ത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. ഒരു 3 മിനിറ്റ് ഒക്കെ ധാരാളം മതിയാവും. അപ്പോൾ ഇത് അവിടെ നിന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതാണ്ട് സോയ ചങ്ക്സ് ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയതാണ്. കണ്ടോ, ഇതുപോലെയാണ് ഒന്ന് വീർത്ത് വരും. അപ്പോൾ ഇതുപോലെ ആകുമ്പോഴേക്കും നമുക്ക് ഇനി ഈ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് ഊറ്റി മാറ്റി വെക്കാം. അപ്പോൾ അതാണ് ഞാൻ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതാണ്. എന്നിട്ട് അതിനകത്തെ വെള്ളം കൈവച്ച് നന്നായിട്ട് എടുത്തതുമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ആ പാൻ തന്നെ ഞാനൊന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബട്ടറിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെ ചേർത്തതാണ്. അതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സോയ ചങ്ക്സ് ഞാൻ ചൂടുവെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് പച്ചവെള്ളത്തിൽ 2-3 വട്ടം കഴുകിയിട്ട് നല്ല പോലെ അതിനകത്ത് വെള്ളം പിഴിഞ്ഞെടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണൊക്കെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2.25 ടീസ്പൂണൊക്കെ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈ ആക്കണം താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയിലാണ് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി സൈഡൊക്കെ ഒന്ന് മുരിച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇച്ചിരിയും കൂടി എണ്ണ വേണം തോന്നിയിട്ട് ഞാനൊരു അല്പം എണ്ണയും കൂടി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ മിക്സാക്കി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കണ്ടിന്യൂസ് അങ്ങ് ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്ത് മിക്സാക്കി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതിങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ ഇപ്പം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്നും കൂടെ മിക്സാക്കി ഇതുപോലെ സൈഡിലൊരു നടുക്കൊരു കുഴി പോലെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു സവാളൻ്റെ പകുതി ഒന്ന് നീളത്തിൽ അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പച്ചമുളകിൻ്റെ എണ്ണയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാട്ടോ. ഞാൻ ഇപ്പോൾ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച്, അതായത് ഒരു കുഞ്ഞ് തക്കാളി അരിഞ്ഞത് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി. ഇനി എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഈ സവാളയും തക്കാളിയും ഒന്ന് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കും.
അപ്പോൾ അതാണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ സോയ ചങ്ക്സ് വേവിച്ച സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്തായിരുന്നു, അത് മതിയാവില്ല. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കാം. നേരത്തെ ഉപയോഗിച്ച ആ ഒരു സ്പാച്ചില വെച്ചിട്ട് ഭയങ്കര പാടായിരുന്നു മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്, അത് വളഞ്ഞ് വളഞ്ഞ് പോകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറൊരു തവി എടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ആദ്യം കാണിച്ചില്ലേ പനീറും കാഷ്നട്ടും കൂടെ അരച്ച് വെച്ചേക്കുന്ന മിക്സില്ലേ, അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ പനീർ കിട്ടാനില്ലെങ്കിൽ, അതായത് പനീർ ഇല്ലെങ്കിൽ നമുക്ക് ആ കാഷ്നട്ടും അതിൻ്റെ കൂടെ കുറച്ച് പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് ഒന്ന് അരച്ച് ചേർത്താലും മതിയാവും കേട്ടോ. പക്ഷേങ്കിൽ ഈ ഒരു ടേസ്റ്റ് അതിന് കിട്ടൂല, അത് വേറൊരു ടേസ്റ്റാണ്. എങ്കിലും അതിനും നല്ല ടേസ്റ്റാണ്, അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതാണ്ട് ഞാൻ ആ മിക്സ് ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. സാധാരണ ഈ സോയ ചങ്ക്സ് ഒക്കെ ഇഷ്ടമല്ല, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്നവർക്ക് ഒരു വട്ടം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക്, ശരിക്കും പറഞ്ഞാൽ അവർ കഴിക്കും. ഈ ഒരു സോയ ചങ്ക്സിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം കിടന്നൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഈ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ, അതാകുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ ഇതൊന്ന് തിളച്ച് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതാണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് പാകം. ഇനി ഇതിലും വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല, പിന്നെ നമുക്ക് കഴിക്കാൻ ഒട്ടും ഗ്രേവി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് നോക്കി എടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സോയ ചങ്ക്സ് കറിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഒരിക്കലും നമുക്ക് മാറ്റി വെക്കാൻ തോന്നില്ല, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ സോയ ചങ്ക്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കണം, ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാവും, വീണ്ടും വീണ്ടും ഉണ്ടാക്കും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതാണ്ട് കണ്ടോ എന്ത് ക്രീമിയാന്ന് നോക്കിയേ. അപ്പോൾ ഞാനിത് ചപ്പാത്തീൻ്റെ കൂടെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചപ്പാത്തീൻ്റെ കൂടെയോ ദോശൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പം നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ നല്ല ചൂട് ചപ്പാത്തിൻ്റെ കൂടെ ഇതും കൂടെ അങ്ങോട്ട് സെർവ് ചെയ്താലോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.